നമ്മൾ മനുഷ്യരുടെ ജീവിതാഭിലാഷങ്ങളിൽ ഒന്നാണ് ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ളത്. നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭവനത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. എന്നാൽ മറ്റു ചിലർക്ക് ഇത്തരത്തിൽ ഒരു പ്രതീക്ഷയും ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും കയറിക്കിടക്കാൻ ഒരിടം, എങ്ങനെയെങ്കിലും ഒന്ന് വാർത്ത് കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് മറ്റു ചിലർ വീട് നിർമ്മിക്കുന്നത്. എന്നാൽ വീട് നിർമ്മിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഭാവിയിൽ നന്നേ നമ്മളെ വിഷമിപ്പിക്കും. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇറ്റ്സ് മീ സുനീർ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. സാധാരണ നമ്മളിൽ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് വീട് പണിയും പാലുകാച്ചലും ഒക്കെ കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെടാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സാധാരണ നമ്മുടെ വീടുകളിൽ ഫിക്സ് ചെയ്യുന്ന ജനാലകളുടെ സ്ഥാനം, അതുപോലെ സ്വിച്ചസ്, ഇലക്ട്രിക്കൽ പോയിന്റ്സ്, ഇതൊക്കെ പിന്നീട് നമ്മൾ ഫർണിച്ചർ വീടിനകത്തേക്ക് ഇടുമ്പോഴാണ് അത്തരമൊരു പോയിന്റ് അവിടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ജനാല തുറക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് മുമ്പേ ആയി ഏറ്റവും പ്രധാനമായും ചെയ്തു തീർക്കേണ്ടുന്ന ഒരു കാര്യം നമുക്ക് അനുയോജ്യരായ ഒരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെയോ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ കണ്ടെത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ വലിയ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ ചെയ്ത് മാത്രം പരിചയമുള്ള ഒരു എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനോ നമ്മുടെ ബഡ്ജറ്റ് ഹോം ചെയ്തു തരാൻ സാധിക്കുകയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ മുൻനിർത്തി അവർ ചെയ്ത 1-2 ബഡ്ജറ്റ് ഹോമുകൾ അല്ലെങ്കിൽ അതുപോലുള്ള വർക്കുകൾ കണ്ടതിന് ശേഷം മാത്രം ഇത്തരത്തിൽ ഒരാളെ നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ധാരാളം പ്ലാനുകളും മറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പ്ലാനുകൾ ഉപയോഗിച്ച് പലരും ബിൽഡിങ്ങിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീടൊരു ലിൻഡൽ ലെവലൊക്കെ ആവുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറുടെ സഹായം ഇവർക്ക് ആവശ്യമായി വരും. അത്തരം സമയത്ത് ഇത്തരത്തിലുള്ള ആളുകൾ കടന്നു വരുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ചില ഭാഗങ്ങൾ പൊളിച്ച് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ കൂട്ടി ചേർക്കലുകളൊക്കെയോ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള പൊളിച്ചു മാറ്റലുകൾ നമ്മുടെ ബഡ്ജറ്റിനെ സാരമായി ബാധിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നേരത്തെ കൂട്ടി തന്നെ നമ്മൾ ശ്രദ്ധയിൽ വയ്ക്കുക. ഇനി പലപ്പോഴും സംഭവിക്കുന്ന മറ്റൊരു കാര്യം, വീട് നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പല ബന്ധുക്കളും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമൊക്കെ നമ്മുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും ഇതിൽ ഇന്ന കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കണം എന്നുള്ള അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം സംഭവിക്കുകയാണ് ചെയ്യാറ്. അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ആദ്യം തന്നെ ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ആർക്കിടെക്ചറുമായോ നിങ്ങൾ നല്ലൊരു അഭിമുഖ സംഭാഷണം നടത്തുക. ശേഷം നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, അയൽപക്കക്കാരൻ്റെ വീടിനേക്കാൾ മികച്ചൊരു വീട് എന്നതിലുപരി നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അത് കണ്ടറിഞ്ഞ് നമുക്ക് നൽകുന്ന ഒരു ഭവനം നിർമ്മിക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാവശ്യ ചെലവുകൾ വരാറുണ്ട്. സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നൊരു സ്റ്റൈല് എന്ന് പറയുന്നത് 1-2 കോർട്ട്യാർഡുകൾ, അതുപോലെ തന്നെ പരബോളകൾ. ഇതിൻ്റെയൊക്കെ പ്രശ്നം, ഈ ഗ്ലാസ് പരബോളകൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ ഭാവിയിൽ മഴവെള്ളം നനഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ പായലും മറ്റുമായി ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും അത് നമ്മുടെ പൈസ നഷ്ടത്തിലുപരി ഭയങ്കര ഒരു വൃത്തികേടായിട്ട് മാറുന്ന ഒരു സംവിധാനമാണ് പല വീടുകളിലും കണ്ടുവരുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക. ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആർക്കിടെക്ചറിൻ്റെയോ അല്ലെങ്കിൽ എഞ്ചിനീയറുടെ കയ്യിൽ നിന്ന് ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ പ്ലാൻ നിങ്ങൾ കൈവശം മേടിച്ചിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ത്രിമാന രൂപം അല്ലെങ്കിൽ ഒരു 3D വ്യൂ കൂടി നമ്മൾ ചെയ്തെടുത്താൽ ഫ്രണ്ട് എലിവേഷനിൽ വരുന്ന അനാവശ്യ ചെലവുകൾ ഒരുപാട് നമുക്ക് കുറയ്ക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് എലിവേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്ന കൺഫ്യൂഷനും ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ പ്ലാനിനോടൊപ്പം ഇലക്ട്രിക്കൽ ലേഔട്ടും അതുപോലെ തന്നെ ഫർണിച്ചർ ലേഔട്ടും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അനാവശ്യമായ പോയിന്റുകളും അല്ലെങ്കിൽ ജനൽ തുറക്കാതിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ, ഇതൊക്കെയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിലെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ. നമ്മൾ ഏതൊരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോഴും ഇത്തരം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം കെട്ടിടം നിർമ്മിക്കുക. ഇല്ലെങ്കിൽ ഭാവിയിൽ പല ഭാഗങ്ങളും നമുക്കിതിൽ നിന്ന് പൊളിച്ച് മാറ്റേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല, നമുക്ക് വീടിനോടനുബന്ധമായി നമുക്ക് കൺസ്ട്രക്ഷൻ പർപ്പസിൽ കിട്ടുന്ന വൈദ്യുതി, അതുപോലെ തന്നെ ഭാവിയിൽ നമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ
ഈ ഒരു അനുമതി പത്രം നമുക്ക് ആവശ്യമാണ്. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നിങ്ങളുടെ ആർക്കിടെക്റ്റിൻ്റെയോ അല്ലെങ്കിൽ എഞ്ചിനീയറുടെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് കെട്ടിട നിർമ്മാണ അനുമതി മേടിച്ചെടുക്കാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതിന് മുന്നേ ആയി നമുക്ക് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പലരുടെയും അഭിപ്രായ നിർദ്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഒരു കാരണവശാലും വീടിൻ്റെ അവസാന സ്റ്റേജിൽ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണത്തിൻ്റെ അവസാന സ്റ്റേജിൽ ഇത്തരക്കാരുടെ അഭിപ്രായങ്ങൾ വിലക്കെടുക്കാതിരിക്കുക. അത് വളരെയേറെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. ഇനി പ്രധാനമായും നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു സംഭവം, ഒരു എഞ്ചിനീയറുടെയോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിൻ്റെയോ കയ്യിൽ നിന്ന് നമ്മുടെ വീടിന് ആവശ്യമായ പ്ലാൻ വരച്ച് മേടിച്ചതിന് ശേഷം ഇത് ഒരുപാട് കോൺട്രാക്ടേഴ്സിന് കൊടുക്കും. എന്നിട്ട് അവരിൽ ഏറ്റവും കുറച്ച് റേറ്റ് പറയുന്ന കോൺട്രാക്ടറിന് വർക്ക് കൊടുക്കലാണ് പല ആളുകളുടെയും പൊതുവിലുള്ള രീതി. ഈ കാണിക്കുന്നത് ഒരു ശുദ്ധ അബദ്ധമാണ്. എപ്പോഴും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് അത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ അനുസരിച്ചിരിക്കും നമ്മുടെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കോസ്റ്റ്. ഉദാഹരണത്തിന് നമുക്ക് തടി എല്ലാം തേക്കാണെങ്കിൽ അതിന് ഒരു റേറ്റ് ആയിരിക്കും. ഇനി ആഞ്ഞിലിയോ പ്ലാവോ പോലുള്ള തടികളാണെങ്കിൽ അത് കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മുടെ തറയിൽ വിരിക്കുന്ന ടൈല് സ്ക്വയർ ഫീറ്റ് 28 രൂപ മുതൽ നമുക്ക് ലഭിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം കോൺട്രാക്റ്റിൽ നിന്ന് വ്യക്തമായി അറിഞ്ഞ് ഏതൊക്കെ മെറ്റീരിയലാണ് അവർ ഉപയോഗിക്കുന്നത്, ഏത് കമ്പിയാണ്, അത് എങ്ങനെയാണ്, അതിൻ്റെ കണക്കുകളെല്ലാം പൂർണ്ണമായി ഒരു എഗ്രിമെൻ്റ് രൂപത്തിൽ എഴുതി മേടിച്ചാൽ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട്, കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ അത് നമ്മുടെ ബിൽഡിങ്ങിനെ മികച്ച ഒരു ക്വാളിറ്റിയുള്ള കെട്ടിടമാക്കി മാറ്റുകയും അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റ് ചോരാതെ സൂക്ഷിക്കാനും സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.